ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒപ്റ്റിറോ എയുടെ ബേസിക് പ്ലാനിൽ വരുന്ന ഒരു വെബ്സൈറ്റിൻ്റെ ഫീച്ചേഴ്സാണ്. ബേസിക് പ്ലാന്, പിന്നെ സ്റ്റാൻഡേർഡ്, പ്രീമിയം, അങ്ങനെ 3 പ്ലാനാണ് ഈ ഒപ്റ്റിറോ എയിൽ നമുക്ക് വരുന്നത്. ഒപ്റ്റിറോ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷനും ബിസിനസ് ഓട്ടോമേഷനും ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ്, സോഫ്റ്റ്വെയർ ആണ്. ഇൻസ്റ്റാൾ ചെയ്യേണ്ട ക്ലൗഡാണ്, വെബ് ബേസ്ഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇതിൻ്റെ പ്ലാന് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന വെബ്സൈറ്റ് ആണ്. ഫ്രീ മീൻസ് ഡിസൈനിങ്ങിന് നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ്സ് ഒന്നും നമുക്ക് വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് ബാക്കി കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വെബ്സൈറ്റ് നോക്കാം. അപ്പോൾ ഇതൊരു ഡെന്റൽ ക്ലിനിക്കിന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. നമ്മൾ ട്വൽവ് നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടാബ് ഉണ്ടാവും. സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വെബ്സൈറ്റിലോട്ട് വരിക. ഈ വെബ്സൈറ്റിൽ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഇത് പ്രീമെയ്ഡ് വെബ്സൈറ്റ് ആണ്, ടെംപ്ലേറ്റ് ആണ്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ടീം നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് വേണ്ടത് അത് കസ്റ്റമൈസ് തരുന്നതായിരിക്കും. അത് ഒരു പ്ലാനിനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ ഇതാണ് വെബ്സൈറ്റിന്റെ ബാക്ക് എൻഡ് വരുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഹോസ്റ്റ് ചെയ്തിട്ടില്ല, പ്രീമെയ്ഡ് ടെംപ്ലേറ്റ് ആണ്. പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ഡൊമൈനിലോട്ട് ഇത് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് വരുന്നത് നമുക്ക് ബുക്കിംഗ് ഓട്ടോമേഷൻ ആണ് ഇതിനകത്തുള്ളൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ വരുന്നത്. അപ്പോൾ നമുക്ക് കസ്റ്റമർ നമ്മുടെ വെബ്സൈറ്റ് വഴി അവർക്ക് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും ഒരു പേയ്മെന്റ് ഗേറ്റ്വേ നമ്മൾ ഇതിലോട്ട് ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ട് പേയ്മെന്റ് കളക്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ബുക്കിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ബുക്കിംഗ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ നേരെ ഈ ഒരു പേജിലോട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് നമുക്ക് നമ്മുടെ ക്ലിനിക്കിന്റെ നീഡിനനുസരിച്ച് നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റ്, പ്രിവെന്റീവ് കെയർ, നമുക്ക് ഇതേപോലെ എത്ര സർവീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ജനറൽ ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ബുക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോയിലോട്ട് വരും. നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാം. അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്സ് നമുക്ക് ആദ്യമേ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഹോളിഡേ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, സാറ്റർഡേ, സൺഡേ, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കസ്റ്റമൈസേഷൻ എല്ലാം അവൈലബിൾ ആണ്. ക്ലയൻസ് വന്നിട്ട് ട്യൂസ്ഡേ സെലക്ട് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് അവർക്ക് നമുക്ക് ഇവിടെ സർവീസ് ടൈം, നമ്മുടെ ഏത് ടൈമിലാണ് നമ്മുടെ ക്ലിനിക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ ടൈം നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഏതൊക്കെ ടൈമാണ് കാണിക്കുന്നത് എന്നുള്ളത് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ അത് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഈ ടൈം സെലക്ട് ചെയ്യാം. ടൈം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ഒരു പേര് കൊടുക്കുകയാണ്, കൺഫേം കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഷെഡ്യൂൾ മീറ്റിംഗ്, അപ്പോയിന്റ്മെന്റ് നമ്മൾ ഇവിടെ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് ബുക്ക് ആയിട്ടുണ്ട്. ബുക്കായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ക്ലിനിക്കിലോട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് വരും. അപ്പോൾ അത് നമുക്ക് നോക്കാം. അത് നമ്മുടെ ഇവിടെ സോഫ്റ്റ്വെയറിലോട്ട് ബാക്ക് എൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ രജിസ്റ്റർ ചെയ്ത ആൾ കോൺടാക്ട്, ഈ കോൺടാക്ട്സിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ്, ആളിന്റെ ഡീറ്റെയിൽ, എൻ്റർ ചെയ്ത മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബുക്കിംഗ് ബേസിക് ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമുക്കിതിനി ഓട്ടോമേഷൻ ചെയ്യാം. എന്താണ് ഒരാൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന പ്രൊസീജിയർ എന്നുള്ളത് നമുക്കിവിടെ ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. അതായത് ഒരാൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് അയക്കും, റിമൈൻഡർ ചെയ്യും. ഒരു 3 days കഴിഞ്ഞിട്ടാണ് അവർ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 24 hours മുന്നേ അവർക്ക് ഒരു റിമൈൻഡർ ആയിട്ടുള്ള ഒരു ഇമെയിൽ പോകും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു വാട്സ്ആപ്പ് മെസ്സേജ്, അങ്ങനെയുള്ള റിമൈൻഡേഴ്സ് നമ്മൾ കൊടുക്കും. സെയിം റിമൈൻഡർ ചെയ്യണം നമുക്ക് ക്ലിനിക്കിന് വരുന്ന രീതിയിൽ. ഇപ്പോൾ ക്ലിനിക്കിൽ ഒരു സ്റ്റാഫ് ഉണ്ട്, അപ്പോൾ ആ സ്റ്റാഫിന് നമുക്ക് റിമൈൻഡർ വയ്ക്കണം. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോർമൽ രീതിയിൽ നമ്മളിപ്പോൾ അപ്പോയിന്റ്മെന്റ് ഫോൺ വിളിച്ചിട്ടാണ് ഒരു ക്ലിനിക്കിൽ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ഫോളോ അപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരക്കായിരിക്കും, നമ്മുടെ സ്റ്റാഫ് ചിലപ്പോൾ ബിസി ആയിരിക്കും, ചിലപ്പോൾ അത് വിട്ടുപോകും, അതിൽ ചിലപ്പോൾ വന്ന് കാണത്തില്ല, അവർക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദിവസം അവർ വരത്തില്ല. ഇത് ഓട്ടോമേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഓട്ടോമേഷൻ, അപ്പോയിന്റ് കൺഫർമേഷൻ, ഇത് നമ്മുടെ ഒരു ഓട്ടോമേഷൻ, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ആണ്, ഒരു ഓട്ടോമേഷൻ ആണ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോയിന്റ്മെന്റ് കൺഫേം ചെയ്തിട്ട് നമുക്കൊരു പൈപ്പ് ലൈൻ, അതായത് ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു CRM കൂടിയാണ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഒരു സോഫ്റ്റ്വെയറും കൂടിയാണ്. അപ്പോൾ അതിനകത്ത് ഒരാൾ നമ്മൾ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓട്ടോമേഷനിലോട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒരു വർക്ക് ഫ്ലോ ഉണ്ടാവും. വർക്ക് ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കേണ്ടത്, ഒരാൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കേണ്ടത്, അത് എപ്പോഴാണ് സംഭവിക്കേണ്ടത്, ഏത് സ്റ്റേജിൽ നടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സിസ്റ്റത്തിൽ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇത് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെ സെറ്റ് ചെയ്യും. എന്നാലും നിങ്ങൾക്ക് ഇതൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇതിനകത്തൊരു കൺഫർമേഷൻ മെയിൽ, ഒരാൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഇമെയിലിലോട്ട് നമുക്കൊരു കൺഫർമേഷൻ അയക്കും. ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അത് നമ്മൾ മാനുവലി ചെയ്യേണ്ട കാര്യമില്ല. ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. ആരാണോ ബുക്ക് ചെയ്യുന്നത് അവരുടെ പേര്, ആ ഡേറ്റ്, എത്ര സമയത്തിനാണ്, എന്തെങ്കിലും അവർക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഇമെയിലോട്ട് റിപ്ലൈ ചെയ്യാം. അല്ല റീഷെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ സ്വയം ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട്, ഇമെയിലോട്ട് വരുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് തന്നെ റീഷെഡ്യൂൾ ചെയ്യാനും പറ്റും. 4 ദിവസത്തെ ഗ്യാപ്പിലാണ് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ദിവസം മുന്നേ നമ്മളൊരു റിമൈൻഡർ അയക്കും. ഓട്ടോമേറ്റഡ് ആയിരിക്കും അത്. അതിനകത്ത് അവരുടെ ടൈം ഉണ്ടാവും, നിങ്ങൾക്ക് ഇത്ര ടൈമിനുള്ളിലാണ് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് വരുന്നത് എന്നുള്ള ഒരു ജസ്റ്റ് ഒരു റിമൈൻഡർ 24 hours തൊട്ട് മുന്നേ വെച്ചിട്ട് നമുക്കൊരു മെയിൽ. അതിങ്ങനെ ആയിരിക്കും. ഇവിടെ അവരുടെ കസ്റ്റമറിന്റെ പേരായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. ആര് ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ പേര്
അതിനനുസരിച്ച് ഓട്ടോമേഷനിൽ കൂടെ ഇമെയിൽ സെൻഡ് ആവും. അവരുടെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ എല്ലാം വരുന്നത്. ഈ ലൊക്കേഷൻ നെയിം എന്ന് പറയുന്നത് നമ്മുടെ ക്ലിനിക്കിന്റെ പേര്, ക്ലിനിക്കിന്റെ അഡ്രസ്സ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ ഓട്ടോമേറ്റഡ് ആയിട്ട് ഫിൽ ആവുന്നത്. ഇപ്പൊ ലോഗോ കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഇത് കസ്റ്റമൈസ് ചെയ്യാം. ഇത് ബേസിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 1 hour 24 മണിക്കൂറിന് മുന്നേ നമ്മളൊരു റിമൈൻഡർ അവർക്ക് അയച്ചു. അടുത്ത് 1 hourന് മുന്നേ ഒരു റിമൈൻഡറും കൂടെ അവർക്ക് പോകും. അതാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്, വെയിറ്റ് ഫോർ 1 hour ബിഫോർ ദ അപ്പോയിന്റ്മെന്റ്. ആ ഒരു അപ്പോയിന്റ്മെന്റ് ടൈമിന് കറക്റ്റ് 1 hourന് മുന്നേ അടുത്ത് വീണ്ടും ഒരു ഇമെയിൽ അവർക്ക് പോകും. ഇതിപ്പോൾ നമുക്ക് വേൾഡിൽ ഏത് കൺട്രിയിൽ വേണമെന്നുണ്ടെങ്കിലും ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. ഇന്ത്യയിൽ ഇതുവരെ നമുക്ക് SMS ആക്റ്റീവ് ആയിട്ടില്ല. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്സാപ്പ് ആണ്. കസ്റ്റമർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പറിൽ വാട്സാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വാട്സാപ്പിലൂടെ അവർക്ക് റിമൈൻഡർ പോകും. അപ്പോൾ ഈ സെയിം തന്നെ നമുക്ക് ഇന്റേണലി നമുക്ക് റിമൈൻഡർ ചെയ്യാം. അടുത്ത ഒരു 1 hourൽ ഒരു കസ്റ്റമർ വരുന്നുണ്ടെന്നുള്ളത് നമ്മുടെ സ്റ്റാഫിനെ നമുക്ക് റിമൈൻഡ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്ലാനിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് പ്ലാനാണ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് മൊബൈലിൽ പുഷ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് റിമൈൻഡർ വരും. അപ്പോൾ അതിവിടെ എന്താണ് മെസ്സേജ് വേണ്ടത് അത് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ ഇന്ന കസ്റ്റമർ ഇന്ന ടൈമിൽ വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് റിമൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ബുക്കിംഗ് ഓട്ടോമേഷനിൽ ബേസിക് ആയിട്ട് വരുന്ന. ഈ ഒരു ബുക്കിംഗ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം. ഇവിടെ സെറ്റിങ്സിലോട്ട് പോവുക. ഇവിടെ ഏറ്റവും ബോട്ടം ഇവിടെ സെറ്റിങ്സിൽ വന്നതിന് ശേഷം കലണ്ടേഴ്സ്. ഈ കലണ്ടേഴ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കലണ്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ എത്ര വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പുതിയ സർവീസസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതിനകത്ത് ഞാൻ ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റ്, ഇപ്പോൾ നമ്മൾ സാറ്റർഡേയും സൺഡേയും നമ്മൾ ഹോളിഡേ എടുക്കുന്നത്, അപ്പോൾ അതൊന്ന് മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കലണ്ടേഴ്സ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഈ ലിസ്റ്റിനകത്ത് നമ്മൾ ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റ് ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കസ്റ്റം ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ടൈമാണ് കസ്റ്റമൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവൈലബിലിറ്റി എന്നുള്ള ടാബിലോട്ട് പോവുക. അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മുടെ വർക്കിംഗ് ഡേയ്സും നമ്മുടെ ടൈമും നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സാറ്റർഡേ ഇപ്പോൾ അവൈലബിൾ ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാറ്റർഡേ ഇവിടെ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ടൈം ആയിരിക്കും നമുക്ക് ഇവിടെ വരുന്നത് 8 AM to 5 PM. നമുക്ക് ഈ ടൈം മാറ്റണം. 8 AM to 8 PM ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ടൈം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. PM സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഈ ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാ ഡേറ്റിലും നിങ്ങൾക്ക് ഇത് വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ബട്ടണിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്ലൈ ടു ഓൾ കൊടുക്കുക. ഇപ്പം എല്ലാ കോളത്തിലും നമുക്കത് അപ്ഡേറ്റ് ആയി. ഇതിൻ്റെ തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ലുക്ക് ബിസി, അതായത് നമ്മുടെ ക്ലിനിക്കിൽ ഒരാൾ ബുക്ക് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ സ്ലോട്ടും ബുക്ക്ഡ് ആയിരിക്കത്തില്ല. അപ്പോൾ എല്ലാ ടൈമും അവൈലബിൾ ആയിട്ട് കാണിക്കും. ഇൻ കേസ് നമുക്ക് വാക്കിൻ കസ്റ്റമേഴ്സ് കുറച്ച് പേരുണ്ട്, അപ്പോൾ ഇവർ ബുക്ക് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരുന്ന വാക്കിൻ കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കോൺഫ്ലിക്റ്റ് ആവാതിരിക്കാനായിട്ട് നമുക്ക് ഇതിന്റെ അവൈലബിലിറ്റി നമുക്ക് ഒന്ന് മാറ്റി കൊടുക്കാൻ പറ്റും. ഓൺലൈൻ ഒരു 50% മതിയെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 50% കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഈ ടൈം സ്ലോട്ട് അവർക്ക് അത്രയും കുറച്ചേ കാണിക്കുള്ളൂ. ഓൺലൈനിൽ നമുക്ക് കുറച്ചേ കാണിക്കുള്ളൂ. തുടക്കത്തിൽ തന്നെ എല്ലാവരും ഓൺലൈൻ വരണമെന്നില്ല. ഓൺലൈൻ വളരെ കൺവീനിയന്റ് ആയിട്ടുള്ളൊരു സംവിധാനമാണ് ബുക്ക് ചെയ്യാനായിട്ട്. അവർക്കും നമ്മുടെ ഡെന്റൽ ക്ലിനിക്കിനും വളരെ കൺവീനിയന്റ് ആയിട്ടുള്ളൊരു സംവിധാനമാണ് ഈ ഓൺലൈൻ ബുക്കിംഗ്. എന്നാലും നമ്മളിവിടെ ഒരു 50% സ്ലോട്ടേ നമുക്ക് കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് സേവ് ചെയ്യുക. ഓക്കെ, ഇതിവിടെ സേവ് ആയി. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലോട്ട് വന്നതിന് ശേഷം ഇതൊന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ചേഞ്ചസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ മാറ്റിയത് ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റ് എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മളിവിടെ മാറ്റിയത്. ജനറൽ ആയിട്ടുള്ള ചെക്കപ്പിന് വേണ്ടിയിട്ടുള്ള ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റ് ഇതാ. ഓക്കെ, നേരത്തെ ഇവിടെ സാറ്റർഡേ ഇല്ലായിരുന്നു, നമ്മളവിടെ സേവ് ചെയ്തപ്പോഴത്തേക്കും നമുക്കിവിടെ ഇപ്പോൾ സാറ്റർഡേ ഇപ്പോൾ വർക്കിംഗ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ടൈം നോക്കാം. അപ്പോൾ 50% ആണ് നമ്മൾ കൊടുത്തത്, അതായത് ഫുൾ ടൈം നമുക്ക് ബുക്കിംഗ് അവൈലബിൾ അല്ല. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നത് 8:30 AM, അത് കഴിഞ്ഞാൽ 11 AM. നമ്മൾ നേരത്തെ നോക്കിയപ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ടൊരു ഹാഫ് ആൻ അവർ ഗ്യാപ്പിൽ ഇതിപ്പോൾ 30 മിനിറ്റ്സാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയറിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ടൈമും അവൈലബിൾ ആയിരുന്നു. ലുക്ക് ബിസി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും 50% കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ടൈം സ്ലോട്ട് ഇവിടെ കുറച്ച് കാണിക്കുള്ളൂ. ഇപ്പോൾ 8:30, അത് കഴിഞ്ഞാൽ നേരെ 11ലോട്ടാണ് പോകുന്നത്, 11:30. പിന്നെ 1 hour ഗ്യാപ്പിൽ 12:30, അത് കഴിഞ്ഞാൽ 2 PM, 2:30 PM. ഇങ്ങനെ നമുക്ക് ടൈം മാറി നമുക്ക് വരും. അപ്പോൾ അത്രയും കുറച്ച് സ്ലോട്ടേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ഈ അവൈലബിലിറ്റിയിൽ വന്നിട്ട് മാറ്റാം. സാറ്റർഡേ നമുക്ക് കുറച്ച് ടൈമേ നമുക്കുള്ളൂ, മീൻസ്
വേറെ എന്തെങ്കിലും ഒരു പബ്ലിക് ഹോളിഡേയോ അല്ലെങ്കിൽ മീൻസ് ഇപ്പോൾ ലോക്കലി എന്തെങ്കിലും ഒരു പ്രൊഫഷൻ അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈം ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണി വരെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ സാറ്റർഡേ നോക്കുമ്പോൾ 1 മണി വരെയുള്ള ഡീറ്റെയിൽസ് ബുക്കിംഗ് മാത്രമേ നമുക്കിവിടെ കാണിക്കുള്ളൂ. നമുക്ക് നമ്മൾ ഈ ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റിലോട്ട് വന്നു കഴിഞ്ഞാൽ സാറ്റർഡേ ഈ സാറ്റർഡേ നമ്മൾ കൊടുത്തു. ഇവിടെ ഇപ്പോൾ 8 AM to 12:30 PM ഈ രീതിയിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇത് കസ്റ്റമൈസ് ചെയ്യാം. ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ബ്രാൻഡിനനുസരിച്ച് നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ അടുത്ത പേജിലോട്ട് പോകാം. പിന്നെ വരുന്നത് കോൺടാക്റ്റ് ആണ്. അപ്പോൾ കോൺടാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നമുക്ക് ക്ലിനിക്കിൽ വിളിച്ചിട്ട് കിട്ടിയില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന് നമുക്ക് ഇതുവഴി കോൺടാക്ട് ചെയ്യാൻ പറ്റും. അവരുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ, ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ നമ്മുടെ CRMലോട്ട്, അതായത് നമ്മുടെ ബാക്ക് എൻഡിലോട്ട് ഈ ഡീറ്റെയിൽ രജിസ്റ്റർ ആവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെറുതെ ഒരു പേര് കൊടുക്കുകയാണ്, സബ്മിറ്റ് യുവർ മെസ്സേജ്. നമ്മളിവിടെ കൊടുത്ത ഡീറ്റെയിൽസ് ഓൺ ടൈമിൽ തന്നെ നമുക്കിവിടെ നമ്മുടെ ബാക്ക് എൻഡിൽ കാണാം. അപ്പോൾ ഞാനിപ്പോൾ സുനിൽ എന്നുള്ള പേരാണ് കൊടുത്തത്. കോൺടാക്റ്റിലോട്ട് വരിക. കോൺടാക്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം സുനിൽ, ആ നമ്പർ, പിന്നെ മെയിൽ ID, അതിനുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് അപ്പോഴേ തന്നെ കസ്റ്റമറിനെ തിരിച്ച് വിളിക്കണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. ഈ ഡീറ്റെയിൽ ഇവിടെ എൻ്റർ ആകുമ്പോൾ തന്നെ ക്ലിനിക്കിന്റെ ഓണറിനോ സ്റ്റാഫിനോ, അത് ആർക്കാണോ നമുക്ക് അസൈൻ ചെയ്യുന്നത്, അവർക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതിനകത്തൂടെയുള്ള എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഓൺ ടൈമിൽ നമുക്ക് വരും. അപ്പോൾ നമ്മൾ കോൺടാക്ട് നമ്മൾ കവർ ചെയ്തു. അടുത്ത് നമ്മൾ പോകുന്നത് സർവീസസ് എന്നുള്ള പേജിലോട്ടാണ്. അപ്പോൾ ഒരു ഡെന്റൽ ക്ലിനിക്കിന്റെ എന്തെല്ലാം സർവീസ് ഉണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ കോമൺ ആയിട്ടുള്ള കുറച്ച് സർവീസസ് ആണ് ഇവിടെ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺടാക്ട് പേജിൽ, സർവീസസ് പേജിൽ നമുക്ക് വരുന്ന ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എൻജോയ് 10% ഗിഫ്റ്റ് കാർഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്ന ഒരാളിന് അവർക്ക് ഇപ്പോഴും ആവശ്യമില്ല, സർവീസ് ആവശ്യമില്ല, മേ ബി ഫ്യൂച്ചറിൽ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില ആൾക്കാർ വളരെ കുറച്ച് പേരെ ചിലപ്പോൾ ഇത് ഫില്ല് ചെയ്യുള്ളൂ, എന്നാലും ഇൻ കേസ് ആരെങ്കിലും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ വ്യൂ ഓഫർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോം ഓപ്പൺ ആയിട്ട് വരും. ഫോം ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവർക്കൂടെ പേരും ഫോൺ നമ്പറും ഇമെയിലും എൻ്റർ ചെയ്യാം. ഇമെയിൽ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാം. ഒരു ഓഫർ കോഡ് എന്തെങ്കിലും ഒരു ABC അല്ലെങ്കിൽ സമ്മർ 20 അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു കോഡ് കൊടുക്കാം. ജസ്റ്റ് ഒരു 10% മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുന്ന ടൈമിൽ ഒരാൾ നമുക്ക് വോളണ്ടറി ആയിട്ട് നമ്മുടെ അവർ ഇൻട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഓരോ ക്യാമ്പയിൻസിൽ നമുക്ക് ഇവരെ ആഡ് ചെയ്യാൻ പറ്റും. ക്യാമ്പയിൻസിന്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ അത് ആഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഓഫർ ക്യാമ്പയിൻസ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും, ഇമെയിൽ വഴിയായിട്ടും വാട്സപ്പ് വഴിയായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി, അവരുടെ കൺസെന്റോട് കൂടി ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ്, അവർക്കൊരു പ്രൊമോഷൻ മെസ്സേജ് അങ്ങനെ എന്തെങ്കിലും അയക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കൺസെന്റോട് കൂടി അവർ തന്ന ഡീറ്റെയിൽസ് ആണ്. ഇത് നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് നമ്മുടെ പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഈ ഡെന്റൽ ക്ലിനിക്ക് പുതിയൊരു ലൊക്കേഷനിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്കൊരു ഓട്ടോമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിലായിട്ടും വാട്സപ്പായിട്ടും അവർക്ക് അതിൻ്റെ ലൊക്കേഷൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊമോഷൻ പോവുകയാണ്. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ ഉണ്ടോ നമ്മുടെ കോൺടാക്ട്സിൽ അവർക്കെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അത് പോകും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു പബ്ലിസിറ്റി ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ഒരു ബട്ടണിൽ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവർക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെയുള്ള യൂസിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ വരുന്ന ലീഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തും ഈ ഫോമിൽ രജിസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ കോൺടാക്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിലും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവരും ഇവിടെ ഈ നമ്മുടെ CRMൽ കണക്ട് ആവും. ഓക്കെ, അടുത്തത് ഇത് ജസ്റ്റ് ഒരു കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. നമുക്കിത് ഹൗ വിൽ ഐ ലുക്ക്, ഡെന്റൽ സാറ്റിസ്ഫാക്ഷൻ, ഈ ടെക്സ്റ്റ് ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇത് വെറുതെ ഒരു ഇമേജ് അതേ കൊടുത്തിരിക്കുന്നത്. ഇത് സ്ലൈഡ് ചെയ്യുന്ന ടൈമിൽ അവർക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മുടെ സർവീസ് വേറെ എന്തെങ്കിലുമാണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ളതെങ്കിൽ നമുക്ക് അതും ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ ബുക്കിംഗ് അപ്പോയിൻമെന്റ് എന്നുള്ളൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന ടൈമിൽ അവർക്ക് ബുക്കിംഗ് അപ്പോയിൻമെന്റ് എന്നുള്ളൊരു ബട്ടൺ കൂടെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. തിരിച്ച് വീണ്ടും ഹോമിലോട്ടാണ്. നമുക്ക് ഈ ടൈം ഇതെല്ലാം നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ ചെയ്യുന്ന സർവീസസ് ആണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇമേജസും നമുക്ക് നിങ്ങളുടെ ക്ലിനിക്സിന്റെ നല്ല ഫോട്ടോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിവിടെ റീപ്ലേസ് ചെയ്യാൻ പറ്റും.
ഇവിടെ ഡോക്ടറിന്റെ ഡീറ്റെയിൽസ് ആണ്. നമുക്ക് ഇവിടെ ഇതെല്ലാം ഡമ്മി ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ടെംപ്ലേറ്റിന് വേണ്ടിയിട്ട് വെറുതെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ഡോക്ടറിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് കോമൺ ആയിട്ടുള്ള ഇമേജസോ ഡീറ്റെയിൽസോ നമുക്കിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ optiroai.com പോവുക, www.optiroai.com. അപ്പോൾ നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് Optiro AI മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് ഓട്ടോമേഷൻ, യൂസ് ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് ഓട്ടോമേഷൻ ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, നമുക്കിവിടെ ഒരു ഫീച്ചറും കൂടെ ഉണ്ട്. ഈ ചാറ്റിൽ നമ്മൾ പൊക്കഴിഞ്ഞാൽ ഇതൊരു AI ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ചാറ്റാണ്. മീൻസ് നമുക്ക് ഒരാൾ എങ്ങനെ ഹ്യൂമൻ നമ്മളായിട്ട് എങ്ങനെ ചാറ്റ് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ ഇത് തിരിച്ച് കസ്റ്റമറുമായിട്ട് ചാറ്റ് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നമുക്ക് തരും. വെറുതെ ഒരു ടെസ്റ്റിന് വേണ്ടി വെറുതെ ഞാൻ എൻ്റർ ചെയ്യുന്ന ടൈമിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഒരു ഹ്യൂമൻ ഒരാളാണ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണോ വരുന്നത് ആ രീതിയിൽ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇവരുമായിട്ട് ഡീറ്റെയിൽസ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ ചാറ്റിലോട്ട് നമുക്ക് എന്ത് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇതിനകത്തൊരു ചാറ്റ് നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ, ഡമ്മി ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്കിത് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതായത് നമ്മുടെ വെബ്സൈറ്റിനകത്തു നിന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. ഇപ്പോൾ ഞാൻ വാട്ട് സർവീസസ് ഡു യു ഹാവ് വെറുതെ ചോദിച്ചാണ്, ഗ്രാമർ ഒന്നും വേണ്ട, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും അതിന് മനസ്സിലാവും. AI ആയതുകൊണ്ട് തന്നെ അത് ഇന്റർപ്രിറ്റ് ചെയ്ത് അതിനനുസരിച്ചിട്ട് ആൻസർ പറയും. ട്രീറ്റ്മെന്റ് പ്ലാൻസ് എന്തൊക്കെയാണോ നമുക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ വരും. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. എന്താണ് ചോദിക്കേണ്ടത്, എങ്ങനെ ചോദിക്കണം, ആ രീതിയിൽ നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയറിന്റെ ബാക്ക് എൻഡിലോട്ട് പോവുക, സൈറ്റിന്റെ ടാബിലോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ടോപ്പിൽ ചാറ്റ് വിഡ്ജറ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാറ്റിന്റെ സെറ്റിംഗ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഡെന്റി കെയർ അതിലോട്ടാണ് ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തത്. നമുക്ക് എത്ര ചാറ്റ് ബോട്ട് വേണമെന്നുണ്ടെങ്കിലും ക്രിയേറ്റ് ചെയ്യാം, അത് ഓരോ പ്ലാനിനനുസരിച്ചിട്ടിരിക്കും. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഇമേജസ് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം, ഇതിന്റെ കളർ മാറ്റാം, ഇതിന്റെ പൊസിഷൻസ് മാറ്റാം. ഇതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റിൽ വന്നു, അടുത്ത് ഇവിടെ ബോട്ടമിൽ വന്നു, അടുത്ത് സെൻറ്ററിൽ വേണമെങ്കിൽ സെൻറ്റർ, ടോപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ടോപ്പിൽ. അപ്പോൾ അങ്ങനെ എവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് അറേഞ്ച് ചെയ്യാൻ പറ്റും. ചാറ്റ് വിൻഡോ മാത്രമായിട്ട് ഞാനൊരു പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതെങ്ങനെയാണ് നമ്മൾ ചാറ്റിനെ ട്രെയിൻ ചെയ്യിക്കുന്നത്, അതായത് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ പറയണം എന്നുള്ളതൊക്കെ നമുക്ക് ഇതിനെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ നമ്മളിത് കാണിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ ജസ്റ്റ് ഒരു അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് വരുന്ന ഈ ഒരു പാക്കേജ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഓരോ പാക്കേജിനനുസരിച്ചിട്ട് നമുക്ക് വരുന്ന പിന്നെ ഓപ്ഷൻസിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളത് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരും. അപ്പോൾ ഇതിനകത്ത് വരുന്നത് റിവ്യൂ ഓട്ടോമേഷൻ, സ്മാർട്ട് വെബ്സൈറ്റ്, CRM ഇങ്ങനെയുള്ള ഫംഗ്ഷൻ. റിവ്യൂ ഓട്ടോമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ നമ്മുടെ സർവീസിന് വന്നു കഴിഞ്ഞാൽ അവർ പോകുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് നമ്മൾ ഫീഡ്ബാക്ക് ചോദിച്ചു, ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആയിരിക്കും. നമ്മുടെ സിസ്റ്റം തന്നെ ഓട്ടോമേറ്റഡ് ആയിട്ട് അവരുടെ അടുത്ത് വാട്സപ്പ്, ഇമെയിൽ വഴി അവരുടെ അടുത്ത് ഫീഡ്ബാക്ക് ചോദിച്ച് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ ഗൂഗിളിൽ റിവ്യൂ ഇടിക്കും, 5 സ്റ്റാർ റിവ്യൂ നമ്മൾ ഇടിക്കും. നെഗറ്റീവ് റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഫിൽട്ടർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് വേറെ വരുന്ന അപ്ഗ്രേഡ് ബിസിനസ് വാട്സപ്പ് ഓട്ടോമേഷൻ ഉണ്ട്, നമുക്ക് സോഷ്യൽ മീഡിയ ഓട്ടോ റിപ്ലൈ, ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ടാവും. അപ്പോയിൻമെന്റ് ബുക്കിംഗ് അതാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള സർവീസസ്, പുതിയതായിട്ട് വരുന്ന സർവീസ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഏറ്റവും ബോട്ടമിൽ നമുക്കിവിടെ പ്രൈസിങ് കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈസിങ് വരുന്നത് ബേസിക് പ്ലാനിനകത്ത് വരുന്നത് 3500 പെർ മന്ത് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ കണ്ട വെബ്സൈറ്റ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, ഓട്ടോമേഷൻസ് ഇൻക്ലൂഡഡ് ആണ്, അൺലിമിറ്റഡ് യൂസേജ്. നമുക്ക് നമ്മുടെ സ്റ്റാഫിനെയും ഡോക്ടേഴ്സിനെയും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അൺലിമിറ്റഡ് ആയിട്ട് എത്ര സ്റ്റാഫിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. അപ്പോൾ പേഷ്യൻസിനെ നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് വേറെ ലിമിറ്റേഷൻസ് ഇല്ല. ഒരുപാട് സോഫ്റ്റ്വെയറുകളിൽ ലിമിറ്റഡ് ആണ്, 1 യൂസർ 2 യൂസർ അല്ലെങ്കിൽ 2 സ്റ്റാഫ് അങ്ങനെ വെച്ചിട്ട് ലിമിറ്റഡ് ആണ്. നമുക്ക് ഇതിൽ അൺലിമിറ്റഡ് ആണ്, എല്ലാ പ്ലാനും അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതാണ് ബേസിക് പ്ലാനിൽ വരുന്നത് 3500 പെർ മന്ത്. അപ്പോൾ നമ്മളിത് ആനുവലി നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മാസത്തെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ചാർജ് നമുക്ക് ഫ്രീ ആയിരിക്കും. 10 മാസത്തിന്റെ ക്യാഷ് നമ്മൾ പേ ചെയ്താൽ മതി. അടുത്ത് പ്രോ പ്ലാൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ച ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CRM അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ചാറ്റ് വിഡ്ജറ്റ് ഇങ്ങനെയുള്ള പ്ലാൻ ഡീറ്റെയിൽസ് എല്ലാം ഓപ്ഷൻസ് എല്ലാം നമുക്ക് പ്രോ പ്ലാനിലാണ് വരുന്നത്.
അപ്പോൾ അതിനകത്ത് ഈ ബേസിക് പ്ലാനിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും, ഓട്ടോമേഷൻസ് ഉണ്ടാവും, അൺലിമിറ്റഡ് സെയിൽസ് ഫണൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സൈൻ അപ്പ് അങ്ങനെ പറഞ്ഞിട്ടൊരു പേജ് വരും, നമ്മുടെ ഒരു വെബ്സൈറ്റിന്റെ പേജ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് ഒരു സിംഗിൾ പേജ് ആയിരിക്കും. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പേജസ് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്, നൂറുകണക്കിന് ടെംപ്ലേറ്റ്സ് നമുക്ക് ഫ്രീ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ടീം അത് നിങ്ങളെ എഡിറ്റ് ചെയ്യാനായിട്ട് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് സിസ്റ്റം, ചാറ്റ് വിഡ്ജറ്റ്, സോഷ്യൽ മീഡിയ പ്ലാനർ. അത് നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാനറിന്റെ പ്രത്യേകിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യേണ്ടി വരും, കാരണം അത് കുറേ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ പ്രോ പ്ലാനിൽ നമുക്ക് അവൈലബിൾ ആണ്. 8,500 per month. അതായത് ഇപ്പോൾ ഒരു ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്, ഒരു ടു ഇയേഴ്സിനുള്ളിൽ ഈ എത്ര പെർസെൻറ്റേജ് അവർ ഗ്രോ ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു അംബീഷൻ ഉള്ള ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഇങ്ങനെയുള്ള പ്ലാൻസ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും വേണമെന്നുണ്ടെങ്കിലും ക്യാൻസൽ ചെയ്യാം. പിന്നെ 14 days ട്രയൽ പ്ലാൻ ഉണ്ട്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് 14 ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. കാർഡോ അങ്ങനെ പേയ്മെന്റ് ഓപ്ഷൻസോ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 14 days നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട. നിങ്ങൾ 14 days കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ വരണുള്ളൂ, പേയ്മെന്റ് എന്തെങ്കിലും ചെയ്യേണ്ടി വരണുള്ളൂ. അതുവരെ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഫ്രീ ആയിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ നമുക്ക് എല്ലാ മാസവും നമുക്ക് ഓരോ ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഓഫേഴ്സ് വരുന്നതിനനുസരിച്ച് ഈ ഒരു കസ്റ്റമായിട്ടുള്ള ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. പിന്നെ വരുന്നത് പ്രീമിയം പ്ലാനാണ്. പ്രീമിയം പ്ലാനിനകത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കൂടുതൽ നമുക്ക് വലിയ ബിസിനസ്സിന് വേണ്ടിയിട്ട് വരുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ കസ്റ്റമായിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ, വെബ്സൈറ്റ് അഡീഷണലി ഡിസൈൻ ചെയ്യണം, വേറെ എന്തെങ്കിലും അഡ്വർടൈസ്മെന്റ് അങ്ങനെയുള്ള സർവീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇതുവഴി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.